നമസ്കാരം, എൻ്റെ പേര് നിഷ്വാർ. ഞാൻ സെന്റ് പോൾസ് EMHS പട്ടാമ്പിയിൽ പഠിക്കുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കൊച്ചേട്ടൻ്റെ കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൊച്ചേട്ടൻ്റെ കത്ത്. സ്നേഹമുള്ള DCL കുടുംബാംഗങ്ങളെ, ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത്. പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു. നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത്. ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആള് കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിൻ്റെ കുറ്റി നിലത്തേക്കിട്ടതാണ്. കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഫാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിന്റെ തീ കടലാസുകളിലേക്ക് പടർന്നു. തീയും പുകയും ഉയർന്നത് കണ്ടപ്പോൾ കടയുടമ അലറിക്കൊണ്ട് വെള്ളം വെച്ചിരുന്ന ജാറിനടുത്തേക്ക് വരും. നോക്കിയപ്പോൾ ജാറിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് വരും. സഹായത്തിനായി നിലവിളിച്ചു. എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും തീ പടർന്നിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവുമേറ്റ് നിലവിളിച്ചുകൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു, എന്തുകൊണ്ട് തീ ചെറുതായി കത്തിത്തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കത് കെടുത്താൻ കഴിഞ്ഞില്ല? അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല. താടിക്ക് കൈത്താങ്ങ് കൊടുത്ത് അയാൾ വിതുമ്പിക്കറിഞ്ഞു. നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ? കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ? വെറും ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ ഈസിയായി കെടുത്താമായിരുന്നില്ലേ? അയാൾ വീണ്ടും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. പാൽ വില കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് തന്നെ അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു. വെള്ളം കൊണ്ട് തീ കെടുത്താമെന്ന് കരുതി ഒരു കുപ്പി പാലിന് വിലയായി എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ. കൂട്ടുകാരെ, നമ്മളിൽ ചിലർ ഇങ്ങനെയാണ്. സൂചി കൊണ്ടെടുക്കേണ്ടത് തുമ്പ് കൊണ്ടെടുക്കും. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കില്ല. വെറുതെ വെച്ച് താമസിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട്. ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിഡ്ഢികളാകും. ഏത് തീരുമാനമെടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തരഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക. സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ്, വീഴ്ചകളാണ്. തുടക്കത്തിൽ തീ വളരെ ചെറുതാണ്. ഒരു കുപ്പിപ്പാൽ ധാരാളം മതി തീ കെടുത്താൻ. ഈ ഒരു കുപ്പിപ്പാൽ നമ്മുടെ അഡിക്ഷനും ഇഷ്ടങ്ങളുമാണ്. കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട്. അത് മണ്ടത്തരമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അങ്ങനെ അയാളെ ഞാൻ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ, അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ, ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. സമയം കഴിഞ്ഞുള്ള വീണ്ടും വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല. നനചേതം ആട്ടക്കഥയിലെ ഉണ്ണായി വാര്യയുടെ വിഖ്യാത ചോദ്യം മറക്കാതിരിക്കാം. പാദസം നിശ്ചയം വാർന്നൊഴിഞ്ഞളവും സേതുബന്ധനോദ്യോഗം എന്തടോ? വെള്ളം ഒഴുകിപ്പോയിട്ട് അണക്കെട്ടാൻ ശ്രമിക്കുന്നതെന്തിനാണ്? ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ. അത് ഉചിതമായ സമയത്ത് തന്നെയും ആയിരിക്കട്ടെ. സ്നേഹപൂർവ്വം, സ്വന്തം കൊച്ചേട്ടൻ.